Kopf und Schulter, Knie und Fuß, Knie und Fuß. 2017 മുതൽ കൊല്ലം മാടന്നടയിൽ കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന എഡ്യൂസോഴ്സ് HRD സെന്ററിൽ ജർമ്മൻ ലാംഗ്വേജിനെ കൂടാതെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ കോഡിംഗ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സ് കൂടാതെ വിവിധ അക്കൗണ്ടിംഗ് കോഴ്സുകളും നടത്തിവരുന്നു. ശരിക്കും നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഭാവി ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ അതിനനുസരിച്ചുള്ള കോഴ്സുകളാണ് ഇപ്പം ധാരാളം കോഴ്സുകളുണ്ട്. അക്കൂട്ടത്തിൽ വിദേശത്ത് പോയി പഠിക്കാനും ജോലിക്കും വേണ്ടി ധാരാളം കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ജർമ്മൻ. അപ്പോൾ ജർമ്മൻ പഠിക്കുന്ന അല്ലെങ്കിൽ ജർമ്മൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇരിക്കുകയാണ്. അതിൻ്റെ നമ്മുടെ ഹെഡാണ്. എൻ്റെ പേര് അഞ്ജു അമർനാഥ് എന്നാണ്. അപ്പോൾ ഇന്ന് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്കുള്ളത്. നിരവധി അവസരങ്ങൾ, IT, എഞ്ചിനീയറിംഗ്, അതുപോലെ ഹെൽത്ത് കെയർ, ഇതുപോലുള്ള മേഖലകളിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. നല്ലതുപോലെ ജർമ്മൻ പഠിക്കണം ഇല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ജർമ്മൻ പഠിക്കാനായിട്ട് എഡ്യൂസോഴ്സിൻ്റെ റോൾ എന്താണ്? കാരണം ധാരാളം കുട്ടികൾ ഇത് ജർമ്മൻ പഠിക്കാനായിട്ട് നമ്മുടെ ജില്ലയ്ക്ക് പുറത്തു പോകുന്നുണ്ട്. ധാരാളം സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ് എഡ്യൂസോഴ്സിൻ്റെ പ്രത്യേകത? എഡ്യൂസോഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആണ്. ഇവിടെ നമുക്കുള്ളത് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് നമുക്ക് ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഓരോ ബാച്ചും നമ്മൾ മാക്സിമം കുട്ടികളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. ക്ലാസ്സിൽ 10 കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ അതെ 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 അങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി അവരെ കൂടുതൽ അറ്റൻഷൻ അവരിലേക്ക് എത്തുന്നുണ്ട്. നല്ലൊരു ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിരിക്കും. ഈ ജർമ്മൻ പഠിച്ചതുകൊണ്ട് ആർക്കൊക്കെയാണ് അതിന്റെ പ്രയോജനം ഉണ്ടാകുന്നത്? ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ സ്റ്റുഡൻസ് ഒക്കെ കൂടുതലായിട്ട് +2 കഴിഞ്ഞ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ജർമ്മനി ചൂസ് ചെയ്യുന്നുണ്ട്. ഡിപ്ലോമ കോഴ്സ് ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, ഇതുപോലുള്ള കോഴ്സുകൾ നമുക്ക് ജർമ്മനിയിൽ എടുക്കാം. അതായത് നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് തന്ന് നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്കോളർഷിപ്പ് ആയിട്ടുള്ള. അതെ 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 സ്കോളർഷിപ്പ്. അതായത് നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റൈഫൻഡ് കൂടെ കിട്ടുകയാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് മാത്രമാണ് നഴ്സിംഗിലേക്ക് പോകാൻ പറ്റുന്നത്. പക്ഷേ ജർമ്മനിയിൽ അങ്ങനെയല്ല. ഇനി നമ്മൾ കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏതൊരു ഗ്രൂപ്പ് എടുത്ത ആൾക്കും ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കാൻ സാധിക്കും. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും സയൻസ് പഠിക്കാൻ സാധിക്കാത്തവർക്ക് ആ പ്രൊഫഷനിൽ കയറാൻ ഈ നഴ്സിംഗ് പറ്റും. ഡിഗ്രി കഴിഞ്ഞവർ, ഇപ്പം നമ്മളെ ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞവർക്ക് അവിടുത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ സൗജന്യമായിട്ടൊരു പഠനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെ അതെ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. അതായത് ഹയർ സ്റ്റഡീസിന്, അതായത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് നമുക്ക് ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ്, അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ. എങ്ങനെയാണ് ഈ അഡ്മിഷൻ പ്രൊസീജിയർ ഇവിടെ എഡ്യൂസോഴ്സിൽ ചേരാൻ? ജർമ്മൻ പഠിക്കണം എന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഒന്നെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. സ്ഥലം വന്നിട്ട് കൊല്ലം മാടന്നടയിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അവർക്ക് ഡയറക്റ്റ് ഇവിടെ വരാം, അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമുക്കിവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഉള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. മാത്രമല്ല വീക്ക്ലി നമുക്ക് 6 ക്ലാസ്സസ് ആണ് വരുന്നത്. സാറ്റർഡേ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ, ഇങ്ങനെ അക്കാഡമിക് സിസ്റ്റം പോകുന്നത്.